നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു PYQ സീരീസ് ആണ്. ഇപ്പോൾ 2025 നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമുക്ക് 2024 അതിന് ബാക്കോട്ടേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് 28-ാം തീയതി ഏപ്രിൽ 28-ന് നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് അത് ഏത് ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ SCERT ബുക്കാണ്. SCERT ഹിസ്റ്ററീൻ്റെ SCERT ചാപ്റ്ററാണ്. അപ്പം ഈ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇത് വൈഡ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, SCERT ബുക്ക് മാക്സിമം കവർ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഇന്ത്യ, ചൈന. 4. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂർ. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ഫിലാഡൽഫിയ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആൻ്റോണിയോ ഗുട്ടറസ്. താഴെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ചക്രവാതം. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഈ ശിലയെ പ്രാഥമിക ശില എന്നും വിളിക്കുന്നു. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ ശിലയാണ്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ആഗ്നേയശിലകളല്ല, കായാന്തരിക ശിലകളാണ്. എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ക്ലിഫ് പറഞ്ഞാൽ തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏത്? ടെറായി.